ടുഡേ ടോപ്പിക് ആപ്ലിക്കേഷൻസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? അറേക്കാളും ഇൻസർഷൻ ഡിലീഷനും ഈസി ആയിട്ട് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്യാൻ പറ്റും അറേ ചെയ്യുന്നേക്കാളും. അടുത്ത അറേക്കകത്താണെങ്കിൽ മെമ്മറി അലോക്കേഷൻ എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. സ്റ്റാറ്റിക് മീൻസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ ആയിരിക്കും. ലിങ്ക്ഡ് ലിസ്റ്റിലാണെങ്കിൽ ഡൈനാമിക് ആയിരിക്കും. ആവശ്യമുള്ള അത്രയും മാത്രം അലോക്കേറ്റ് ചെയ്താൽ മതി, ആവശ്യമില്ലെങ്കിൽ നമുക്കത് അലോക്കേറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ഒരു മെമ്മറി കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അറേ യൂസ് ചെയ്യാൻ പറ്റൂ. അതാണ് അറേയുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ അങ്ങനെയൊന്നും വേണ്ട. മെമ്മറി എവിടെയെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെമ്മറി ലൊക്കേഷൻ വേണമെന്നില്ല. ലിങ്ക്ഡ് ലിസ്റ്റിലാണെങ്കിൽ ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു ലിങ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ അറേ എന്ന് പറഞ്ഞാൽ ലിങ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ആക്സസ് ചെയ്യാനും എല്ലാത്തിനും പറ്റത്തുള്ളൂ. ദെൻ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിനോമിയൽ മാനിപ്പുലേഷനാണ്. നമുക്കറിയാം, നമ്മൾ പോളിനോമിയൽ പഠിച്ച സമയത്ത് നമ്മൾ അറേ വെച്ചിട്ടാണ് പോളിനോമിയൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഞാനിപ്പോൾ S² + 5 എന്നാണ് ഒരു പോളിനോമിയലെങ്കിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ, അതായത് കോൺസ്റ്റൻറ്റിന് നമ്മൾ 0 എന്നാണ് പറയുന്നത്. 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ 5, 1 എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ x⁻1 വരുന്ന ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ 0 ഒന്നും ഇല്ലെങ്കിൽ 0 ഇടും. അത് കഴിഞ്ഞ് സ്ക്വയറിൻ്റെ ടേമിൻ്റെ അവിടെ നമ്മൾ കോഎഫിഷ്യൻറ്റ് 1 ഉണ്ട്, അപ്പോൾ 1 എന്ന് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പോളിനോമിയലിനെ അറയ്ക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ശരിക്കും 1-ന് ടേം ഇല്ല, എന്നിട്ട് നമുക്കവിടെ 0 ഇട്ടേ പോകാൻ പറ്റൂ. കാരണം കണ്ടിന്യൂസ് ആയിട്ടേ നമുക്ക് എടുക്കാവൂ. 0, 1, 2, 3 ടേം ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് കുറച്ച് മാറ്റാമെങ്കിലും അവിടെ നമുക്ക് കുറേ വേസ്റ്റേജ് വരും. എന്നാൽ ഒത്തിരി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും പോളിനോമിയലിനെ ഗ്രോ ചെയ്യാം, എത്ര വേണമെങ്കിലും ഷ്രിങ്ക് ചെയ്യാം. ടോട്ടൽ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ വേണമെന്നില്ല, അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇപ്പം നമ്മൾ ജനറൽ ഫോമിലാണ് നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമാറ്റായി പറഞ്ഞിരിക്കുന്നത്. P of x is equal to a⁻n x⁻n a(n−1 x⁻n−2 ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ പോകുന്നത്. ഈ a എന്ന് ഉദ്ദേശിക്കുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. x എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിളാണ്, n എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറാണ്. എക്സിൻ്റെ പവറിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ 5x² + 3x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതായിരിക്കും എന്നിൻ്റെ വാല്യൂ, ഇതാണ് എയുടെ വാല്യൂ. a(n) ഇതായിരിക്കും a(n−1). ദെൻ ഇവിടെ അടുത്തത് x⁻n. അങ്ങനെയായിരിക്കും നമ്മൾ പോളിനോമിയൽ എഴുതാം. ഇനി പോളിനോമിയൽ എങ്ങനെയാണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ, പോളിനോമിയൽ നമുക്കുള്ളത് എന്തൊക്കെയാണ്? കോഎഫിഷ്യൻസും കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5x² എന്ന് പറഞ്ഞ പോളിനോമിയലിന് എന്തൊക്കെ ഉണ്ട്? ഇതൊരു കോഎഫിഷ്യൻ്റാണ്, ഇത് അതിൻ്റെ പവറാണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, അത് നമുക്ക് ആവശ്യമില്ല. ദെൻ +2 ഇതാണ് എൻ്റെ പോളിനോമിയൽ എന്ന് അസ്യൂം ചെയ്യുക. ഇതിനെ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ, ആദ്യം ഇതൊരു പോളിനോമിയലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫീൽഡാണ് വേണ്ടത്. ഒന്ന് കോഎഫിഷ്യൻ്റ് സ്റ്റോർ ചെയ്യാൻ, ഒന്ന് എക്സ്പൊണൻഷ്യൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ ലിങ്ക് സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ എവിടെയാണ് അടുത്തത് അതിൻ്റെ ലിങ്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5x² ആണെങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കോഎഫിഷ്യൻ്റെ ടൈം, ആദ്യം കോഎഫിഷ്യൻ്റ് 5, രണ്ടാമത് എക്സ്പൊണൻഷ്യൽ 2, ദെൻ മൂന്നാമത് ലിങ്ക് എന്ന് പറഞ്ഞാൽ അടുത്തത് ഏത് ടൈമിലോട്ടാണ് വേണ്ടത് അത്. ഇപ്പോൾ അടുത്ത ഞാൻ വെറുതെ 2 എന്നേ എഴുതിയിട്ടുള്ളൂ. 2 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 തന്നെ ആയിരിക്കും, കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ എന്താണ്? എക്സ്പൊണൻഷ്യൽ x⁻0 ആണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ 0. ലിങ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക, ഇല്ല ഇവിടെ വെച്ച് സ്റ്റോപ്പായാൽ ഇതിനെ എന്താക്കുക? നള്ളാക്കുക. ഓക്കെ, നള്ളാക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ പോളിനോമിയൽ സ്റ്റോപ്പായി എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിളാണ് പറയുന്നിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണോ അതനുസരിച്ച് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോട്ട്സ് ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഒരു ഹെഡറും കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു ഹെഡറും കൂടെ കാണും, അത് സ്റ്റാർട്ടിംഗ് നോഡ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, ഇതാണ് എൻ്റെ പോളിനോമിയൽ 3x⁸8 മൈനസ് ഇതാണ് പോളിനോമിയലെങ്കിൽ ആദ്യം 3 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻഷ്യൽ 8, ദെൻ അടുത്ത ലിങ്ക് പോയിരിക്കുന്നത് -x⁻7. അപ്പോൾ -7 ആയിരിക്കും കോഎഫിഷ്യൻ്റ്, 6 എക്സ്പൊണൻഷ്യൽ ലിങ്ക് പോയി, അങ്ങനെ പോയി ലാസ്റ്റ് -5 ഒന്ന് എക്സ്പൊണൻഷ്യൽ 0 നള്ളെന്ന് എഴുതി. അപ്പോൾ ഇതാണ് ഈ പോളിനോമിയലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ പോളിനോമിയലിൻ്റെ ഓപ്പറേഷൻസ്. മെയിനായിട്ട് പോളിനോമിയൽ വരുന്ന 2 ഓപ്പറേഷൻസാണ്, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. സാധാരണ ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻസാണ്. പോളിനോമിയൽ അഡിഷൻ എങ്ങനെ ചെയ്യാം, പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം. ഫസ്റ്റ്
ഫസ്റ്റ് നമുക്ക് അഡിഷൻ നോക്കാം. അഡിഷൻ എന്ന് പറയുന്നത് രണ്ട് പോളിനോമിയൽ പിയും ക്യൂവും ആണ് രണ്ട് പോളിനോമിയൽ. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി പ്ലസ് ക്യൂ എന്നായിരിക്കും. അത് ആഡ് ചെയ്തിട്ട് വേറൊരു പോയിൻ്ററിലോട്ട് വെക്കും. അതിനെയാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 3 പോളിനോമിയലായിരിക്കും. ആ 3 പോളിനോമിയലിനെയും പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പിയും ക്യൂ ആണ് രണ്ട് പോളിനോമിയൽ. ഇത് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തെല്ലാം പോയിൻ്റർ വേണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിക്ക് യൂസ് ചെയ്യുന്ന പോയിൻ്റർ പി പോയിൻ്റർ എന്നും ക്യൂക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പോയിൻ്ററിനെ ക്യൂ പോയിൻ്റർ എന്നും പറയും. ഇനി നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു പോളിനോമിയൽ ആണെന്ന് വെച്ചു. 5x² പ്ലസ് 2x. ഇതൊരു പോളിനോമിയൽ. ഇതിനെ ഞാൻ പി എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത പോളിനോമിയൽ ക്യൂ എന്ന് പറയുന്നത് 3x പ്ലസ് 7. ഇത് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യുന്ന? ആദ്യം നോക്കുന്നത് എന്താണ്? പി. നമ്മളിത് ഓർഡറിലായിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായിരിക്കണം ഫസ്റ്റ് നമുക്ക് വേണ്ടത്. ഇത് ഓർഡറിൽ എഴുതണം. അതായത് ഇവിടെ നമ്മൾ ഈ പോളിനോമിയലിന് x² ആണ് ഹയസ്റ്റ് പവറെങ്കിൽ ആദ്യം x² തന്നെ എഴുതണം, പിന്നെ എക്സ് എഴുതണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമുക്കിപ്പോൾ പിയും ക്യൂവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പിയുടെ ഫസ്റ്റ് ടേം എടുക്കും, അതിൻ്റെ എക്സ്പോണൻഷ്യൽ നോക്കും 2. ഇവിടുത്തെ ഫസ്റ്റ് ടേം എടുക്കും, എക്സ്പോണൻഷ്യൽ നോക്കും 1. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോണൻഷ്യൽ വന്നിരിക്കുന്ന ആർക്കാണ്? 2 ആണ്. അപ്പോൾ ഈ ടേമാണ് നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ x² എന്ന് പറഞ്ഞാൽ സെയിം ടൈംസേ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതറിയാമല്ലോ. പോളിനോമിയൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പോണൻഷ്യൽ സെയിം ആയിട്ടുള്ളതിൻ്റെ കോഎഫിഷ്യൻറ്റ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് എന്തില്ല? x²ഇല്ല. അപ്പോൾ നമ്മൾ 6 എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? ശരിക്കും ഇത് ഇനി ആഡ് ചെയ്യാനില്ല. അപ്പോൾ ഇതിനെ ജസ്റ്റ് അങ്ങ് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. 5x² എന്ന് എഴുതി. ഓക്കെ, പ്ലസ് അടുത്ത് നമ്മൾ എന്ത് നോക്കും? അടുത്ത് നമ്മൾ പിയിൽ നോക്കുമ്പോൾ അതിവിടെ പവർ 1 ആണ്, ക്യൂവിൻ്റെ പവർ 1 ആണ്. അപ്പോൾ രണ്ടിനും സെയിം പവർ വന്നാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യും. 3യും 2വും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5. എന്നിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ എക്സ്പോണൻഷ്യൽ x1 എന്ന് എഴുതി. നെക്സ്റ്റ് ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പായി. ഇനി ഇവിടെ ഉള്ളതിനെ അങ്ങ് കോപ്പി ചെയ്യും, പ്ലസ് 7. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ നോക്കും? എക്സ്പോണൻഷ്യൽ സെയിം ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യും. എക്സ്പോണൻഷ്യൽ സെയിം അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് കോപ്പി ചെയ്യും. ഓക്കെ, 3 കണ്ടീഷനാണുള്ളത്. 3 കണ്ടീഷൻ നോക്കാം. എക്സ്പോണൻഷ്യൽസ് രണ്ട് ടൈംസിൻ്റെ എക്സ്പോണൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. പിയും ക്യൂ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിയുടെ ഒരു പോയിൻ്ററിനെയാണ് PTR എന്ന് പറയുന്നത്, ക്യൂവിൻ്റെ പോയിൻ്ററിനെ QPTR എന്ന് പറഞ്ഞു. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആ ലിങ്ക്ഡ് ലിസ്റ്റിന് എത്ര ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു? കോഎഫിഷ്യൻ്റ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്, ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിനി കോഎഫിഷ്യൻ്റ് PTRൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ, PTRൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ, പിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ് എടുക്കുന്നത്? PTRൻ്റെ കോഎഫിഷ്യൻ്റ് പ്ലസ് QPTRൻ്റെയും കോഎഫിഷ്യൻ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 6ൽ വയ്ക്കും. 6ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ടേമിൽ വയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ പിയുടെ എക്സ്പോണൻഷ്യൽ ആവാം, അല്ലെങ്കിൽ ആറിൻ്റെ എക്സ്പോണൻഷ്യൽ വേണമെങ്കിൽ കോപ്പി ചെയ്ത് വയ്ക്കുക. അതാണ് ഫസ്റ്റ്. കേസ് 2 എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിയും ക്യൂവിൻ്റെയും കൂടെ എക്സ്പോണൻഷ്യൽ കമ്പയർ ചെയ്യും. പിയുടെ എക്സ്പോണൻഷ്യലാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പി ആണ് ഗ്രേറ്റർ എന്ന് അറിഞ്ഞു, പിയുടെ വാല്യൂ ജസ്റ്റ് 6ലേക്ക് കോപ്പി ചെയ്ത് വയ്ക്കും. എക്സ്പോണൻഷ്യൽ വാല്യൂയും കോഎഫിഷ്യൻ്റെ വാല്യൂയും 6ലോട്ട് കോപ്പി ചെയ്ത് വയ്ക്കും. ഇനി അടുത്ത് തിരിച്ചാണ്. ക്യൂവിൻ്റെ വാല്യൂ ആണ് വലുത്, പിയുടെ വാല്യൂ ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ 6ലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കും. ഇതാണ് അഡിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അൽഗോരിതം ഇങ്ങനെയാണ് പറയുന്ന 3 കേസിൻ്റെ കാര്യം പറയുക. ഇതാണ് അഡിഷൻ്റെ 3 കേസസും 3 കേസിൻ്റെയും കാര്യം പറയുക. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള അൽഗോരിതമാണ് നമ്മൾ പഠിക്കുന്നത്. ആഡ് ചെയ്യാനുള്ള അൽഗോരിതം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ നോഡെല്ലാം ക്രിയേറ്റ് ചെയ്യും. നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഇൻറ്റ് കോഎഫിഷ്യൻ്റ് വരും, അതുപോലെ തന്നെ ഇൻറ്റ് എക്സ്പോണൻഷ്യൽ വരും, അതും എക്സ്പോണൻഷ്യലാണ് അല്ലേ. എന്നിട്ട് സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ എന്തും വരും? ലിങ്കും വരും. ഓക്കെ, എന്നിട്ട് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും? PTR എന്ന് പറയുന്ന സ്റ്റാർ PTR എന്ന് പറയുന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, സ്റ്റാർ QPTR എന്ന് പറയുന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, സ്റ്റാർ RPTR എന്ന് പറയുന്ന സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്താണ് ചെയ്യുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം പിയുടെ ഹെഡ് ഇരിക്കുന്നതിന് P ഹെഡ് എന്ന് പറയും. അത് ഞാൻ PTRൽ വെച്ചു. ക്യൂ ഹെഡിനെടുത്ത് QPTRൻ്റെ അകത്തോട്ട് വെച്ചു. ഇനി ആദ്യമേ ഞാൻ പറയാണ്, എനിക്ക് റിസൾട്ടിൻ്റെ കിട്ടാനുള്ളടത്ത് ഞാൻ ആദ്യമേ എല്ലാം 0യും നള്ളും ആക്കി വെച്ചു. ഡമ്മി വാല്യൂസ് വരാതിരിക്കാൻ വേണ്ടി 6ൻ്റെ ഹെഡിനെ നള്ളാക്കി, 6ൻ്റെ കോഎഫിഷ്യൻറ്റിനെ നള്ളാക്കി, 6ൻ്റെ എക്സ്പോണൻഷ്യൽ, 6ൻ്റെ എല്ലാം ഞാൻ നള്ളാക്കി
നള്ളാക്കി വെച്ചു. എന്നിട്ട് ആറിൻ്റെ ആദ്യമേ എടുക്കാൻ പോകുന്ന വാല്യൂ അത് ഹെഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആറിൻ്റെ ഹെഡ് എടുത്ത് RPTRലോട്ട് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ കണ്ടീഷനായിട്ട് നോക്കിയാണ്. PPTRൻ്റെ വാല്യൂ നോട്ട് നള്ളാണ്, QPTRൻ്റെ വാല്യൂ നോട്ട് നള്ളാണ്. അതായത് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, പോളിനോമിയലിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ PPTRൻ്റെ എക്സ്പൊണൻഷ്യലും QPTRൻ്റെ എക്സ്പൊണൻഷ്യലും എന്താണോ നോക്കും, ഈക്വൽ ആണോ എന്ന് നോക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ PPTRൻ്റെ ഡേറ്റ പാർട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ പാർട്ട് കിട്ടണമെങ്കിൽ EXP എന്ന് എഴുതത്തില്ലേ, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, PPTR .EXP എന്ന് എഴുതിയാലും രണ്ടും സെയിം ആണ്. ഡോട്ട് ഇട്ടാലും ആരും ഇട്ടാലും ആ വാല്യൂവിനെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുന്നത് PPTRൻ്റെ എക്സ്പൊണൻഷ്യൽ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ആണ്. ഇവിടെ ഡബിൾ ഈക്വൽ ടു QPTRൻ്റെ എക്സ്പൊണൻഷ്യൽ ആണോ, ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും. ആ നോഡ് ടെമ്പ് ആയിരിക്കും. ഓക്കെ, ആ ടെമ്പ് എന്ന് പറയുന്ന നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, RPTRൻ്റെ ലിങ്കിലോട്ടും RPTR ആയിട്ട് അത് വയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, RPTRൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, PPTRൻ്റെ കോഎഫിഷ്യൻ്റ് പ്ലസ് QPTRൻ്റെ കോഎഫിഷ്യൻ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ RPTRൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടും. RPTRൻ്റെ എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ PPTRൻ്റെ എക്സ്പൊണൻഷ്യൽ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആറിൻ്റെ ലിങ്കിന് നള്ളാക്കും, അത് ഒന്നുമില്ലെങ്കിൽ നള്ളാക്കും. എന്നിട്ട് വീണ്ടും അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പിക്കകത്തുള്ള അടുത്ത വാല്യൂ പോകാം, പിക്കകത്തുള്ള PP ലിങ്കിലോട്ട് പോകും, ക്യൂവിൻ്റെ അടുത്ത വാല്യൂ ഇട്ടാൽ Q ലിങ്കിലോട്ട് QPTRും വരും. ഓക്കെ, ഇതാണ് അഡിഷൻ ചെയ്യുന്നത്. അത് ഫസ്റ്റ് കണ്ടീഷനാണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ, നമുക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞ സെയിം അൽഗോരിതം തന്നെ, PPTRൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രേറ്റർ ദാൻ QPTRൻ്റെ എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനടുത്ത് ഞാൻ QPTRൽ ജസ്റ്റ് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യാനുള്ളത്, PPTRൻ്റെ വാല്യൂ ആണ് വലുത്. അപ്പം ആറിൻ്റെ അകത്ത് പിയുടെ വാല്യൂ ആണ് വലുതെങ്കിൽ നമ്മളെ റിസൾട്ടൻ്റെ അകത്ത് ആറിൻ്റെ വാല്യൂ വരണം, പിയുടെ വാല്യൂ വരണം. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റെ അകത്ത് എന്ത് വരും, പിയുടെ കോഎഫിഷ്യൻ്റ് വരും, PPTRൻ്റെ കോഎഫിഷ്യൻ്റ് വരും. എക്സ്പൊണൻഷ്യലിൻ്റെ അകത്ത് PPTRൻ്റെ എക്സ്പൊണൻഷ്യലായിരിക്കും ആറിൻ്റെ അകത്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിയെ മാത്രം അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി, ക്യൂവിനെ ഇവിടെ എടുക്കേണ്ട. കേസ് 3യിലാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താ ചെയ്യേണ്ടത്, RPTRൻ്റെ അകത്ത് ആരുടെ വാല്യൂ വയ്ക്കുക, QPTRൻ്റെ കോഎഫിഷ്യൻ്റെ വാല്യൂ വയ്ക്കുക, എക്സ്പൊണൻഷ്യലിൻ്റെ അകത്ത് QPTRൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ വയ്ക്കുക. ദെൻ ഇതിനെ നള്ളാക്കുക. ദെൻ QPTR എന്ന് പറയുന്നത് ഒന്ന് മൂവ് ചെയ്ത് പോവുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാം, ലാബിൽ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ അഡിഷൻ്റെ പ്രോഗ്രാംസ്. എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ലാസ്റ്റ് എല്ലാം കിട്ടി എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ യൂസ് ചെയ്യുന്നത്. അതായത് PPTR നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, PPTRൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം എടുത്ത് വെച്ച് ബാക്കി കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളായി പറഞ്ഞിരിക്കുന്നത്, P എന്ന് പറയുന്ന പോളിനോമിലും Q എന്ന് പറയുന്ന പോളിനോമിലും P ഹെഡ് Q ഹെഡ് കണ്ടല്ലോ. Pയും Qയും കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം നോക്ക്, രണ്ടിൻ്റെ എക്സ്പൊണൻഷ്യൽ പാർട്ട് ഇതാണ്. ഓക്കെ, എക്സ്പൊണൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പൊണൻഷ്യൽ രണ്ട് ഈക്വൽ ആണെങ്കിൽ കോഎഫിഷ്യൻ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 8 എന്ന് കിട്ടി. എക്സ്പൊണൻഷ്യൽ അതുപോലെ എഴുതും. അഡീഷൻ്റെ പ്രത്യേകത എക്സ്പൊണൻഷ്യൽ അതുപോലെ എഴുതും. ഇനി ഇവിടെ എക്സ്പൊണൻഷ്യൽ ഈക്വൽ ആണോ, അല്ല. ഏതിൻ്റെ എക്സ്പൊണൻഷ്യൽ വലുത്, ക്യൂവിൻ്റെ എക്സ്പൊണൻഷ്യൽ വലുത്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത് എഴുതും. അപ്പോൾ 7s³ നമുക്കിവിടെ കിട്ടും. കണ്ടോ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇത് ഇപ്പുറത്തോട്ട് വരും, ഇതിവിടെ തന്നെ നിൽക്കുകയാണ്. നോക്ക്, രണ്ടിൻ്റെ എക്സ്പൊണൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 6 എന്ന് കിട്ടി. ഈ എക്സ്പൊണൻഷ്യൽ എന്താണ്, x² തന്നെ. നെക്സ്റ്റ് ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇതെന്താണ്, നള്ളായി. അപ്പോൾ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇനി P നോക്കും, Pയിലത് എന്ത് ചെയ്യും, P മാത്രമേ ഉള്ളൂ, ഇതിനെ കോപ്പി ചെയ്യും. ഇവിടെയും P മാത്രമേ ഉള്ളൂ, ഇതിനെയും കോപ്പി ചെയ്യുമ്പോൾ Pയും സ്റ്റോപ്പ് ആവും. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, രണ്ട് പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിളായി പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന P എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, അതിൻ്റെ അകത്ത് എങ്ങനെ 3s² എങ്ങനെ എഴുതും. ദെൻ അടുത്ത 2 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ടേമിൽ x എന്ന് പറയുമ്പോൾ 1 ആണ്, അതെടുത്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 7 ആണ് കോഎഫിഷ്യൻ്റ് ടേമിൽ, എക്സിൻ്റെ ടേമിൽ 0 ആണ്, അതും എടുത്ത് പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്ത Q എന്ന് പറയുമ്പോൾ 5 കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻഷ്യൽ s³. ദെൻ അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് 2 കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻഷ്യൽ 2 തന്നെ വരും. അടുത്തതെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് എന്താ വരും, 1 വരും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് ഒന്നുമില്ല, പവർ എന്ന് പറയുന്നത് 1 തന്നെ വരും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ഏതൊക്കെയാണെന്ന് നോക്കും. Pയും Qയും നോക്കും, അതിൻ്റെ എക്സ്പൊണൻഷ്യൽ സെയിം ആണോ നോക്കും, അല്ല.
ഒന്നിൽ 2 ഒന്നിൽ 3 ആണ്. അപ്പോൾ ഏതാണ് ഹയസ്റ്റ്? ക്യൂ ആണ് ഹയസ്റ്റ്. അപ്പോൾ ഈ ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് നമ്മൾ കോപ്പി ചെയ്യും, 2ൻ്റെ എക്സ്പൊണൻഷ്യൽ എടുത്ത് കോപ്പി ചെയ്യും. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂവിൻ്റെ ലിങ്ക് നെക്സ്റ്റിലോട്ട് പോയി. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടുന്നു? പിക്കകത്തുള്ളതും ക്യൂക്കകത്തുള്ളതും സെയിം എന്ന് കിട്ടും 2. അപ്പോൾ രണ്ടിനെയും കോഎഫിഷ്യൻ്റ് 3 + 2 ചെയ്ത് 5 അതിൻ്റെ അതേപോലെ എഴുതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പി ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, ക്യൂ ഒന്ന് ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ രണ്ടിനെയും കോഎഫിഷ്യൻസ് 1 തന്നെ വന്നു, രണ്ടും കൂടെ ആഡ് ചെയ്ത് 3, ദെൻ അതുപോലെ 1 എഴുതി. അടുത്തതെന്ന് പറയുന്നത് 0, അത് അതേപോലെ കോപ്പി ചെയ്ത്. ഇതാണ് പോളിനോമിയൽ അഡിഷൻ. അതിൻ്റെ ലിങ്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. ദെൻ ഇത്രയേ ഉള്ളൂ പോളിനോമിയൽ അഡിഷൻ.